കൈലാസഗിരിയിലേക്കുള്ള കവാടം. വിശാഖപട്ടണത്തെ വളരെ പ്രസിദ്ധമായ കൈലാസഗിരിയിലേക്കുള്ള കവാടമാണ് കാണുന്നത്. ആന്ധ്രാപ്രദേശ് സർക്കാർ ഈ കൈലാസഗിരിയെ വിശാഖപട്ടണത്തെ ഏറ്റവും മനോഹരമായ ടൂറിസ്റ്റ് സ്പോട്ട്. കൈലാസഗിരിയിലെ മറ്റൊരു കാഴ്ചയാണ് കാണുന്നത്. കൈലാസഗിരിയിൽ ഉള്ള അതിഗംഭീരമായ ശിവ പാർവതി ശില്പങ്ങളാണ് നാം കാണുന്നത്. ഇതാണ് കൈലാസഗിരിയിലെ മറ്റൊരു അട്രാക്ഷൻ. വിശാഖപട്ടണം എത്ര സുന്ദരമാണ് എന്ന് നമുക്ക് ഈ കാഴ്ചയിൽ നിന്ന് തന്നെ ബോധ്യപ്പെടും. തൊട്ടിലാഗിരിയിലെ പ്രസിദ്ധമായ ബുദ്ധസ്തൂപമാണ് നമുക്ക് കാണുന്നത്. വെറും സ്തൂപങ്ങൾ മാത്രമല്ല, ഇവിടെ അവരുടെ ബുദ്ധസന്യാസിമാർക്ക് താമസിക്കാനുള്ള വീടുകൾ, അതേപോലെ അവരുടെ കിച്ചൺ, അവരുടെ പ്രാർത്ഥനാ ഹാൾ, ഡൈനിങ് ഹാൾ തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളുമുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഏകദേശം 2000-ഓളം വർഷത്തെ പഴക്കമാണ് ഈ ഒരു സ്തൂപത്തിന് കണക്കാക്കിയിരിക്കുന്നത്. 1976 ഇന്ത്യൻ നേവിയാണ് ഈ ഒരു സ്ഥലം കണ്ടെടുത്തിരിക്കുന്നത്. വിശാഖപട്ടണത്തെ മറ്റൊരു മനോഹരമായ കാഴ്ചയാണ് ഈ ബുദ്ധസ്തൂപം. ഇവിടുത്തെ കുളങ്ങളും വളരെ പ്രസിദ്ധമാണ്. നിറയെ വെള്ളമുള്ള 9 അടിയോളം താഴ്ചയുള്ള 3 കുളങ്ങൾ ഈ ക്ഷേത്രത്തിന് മേലെയുണ്ട്. ഇതാണ് അപ്പോൾ ശുദ്ധ ജലമുള്ള മറ്റൊരു കുളം കൂടി കാണാം. ഇതിന് 9 അടിയോളം താഴ്ചയുണ്ട്. മലയുടെ മേലെ റെയിൻ വാട്ടർ സംഭരിക്കുന്ന ഒരു കാഴ്ചയാണിത്. തൊട്ടിലാഗിരിയിൽ നിന്നും ബംഗാൾ ഉൾക്കടലിൻ്റെ അതിമനോഹരമായൊരു കാഴ്ചയാണ് കാണുന്നത്. ഇതാണ് വിശാഖപട്ടണത്തിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്ന്. നിറയെ തോണികൾ നിർത്തിയിട്ടിരിക്കുന്ന കാഴ്ച കാണാം. കടലങ്ങനെ ഉള്ളോട്ട് തള്ളി നിൽക്കുകയാണ് ബംഗാൾ ഉൾക്കടൽ. സുന്ദരമായൊരു കാഴ്ച. കടൽ തീരം എല്ലാം കാണാം. ബംഗാൾ ഉൾക്കടലിൻ്റെ വിശാലമായ പരപ്പ്, കടൽ പരപ്പ്, ചെറിയ തിരമാലകൾ മാത്രമേ ഉള്ളൂ. തൊട്ടിലാഗിരി